ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രിങ് ആണ്. C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന സ്ട്രിങ് എന്ന് പറയുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. രണ്ട് രീതിയിൽ നമ്മൾ സ്ട്രിങ് കാണാറുണ്ട്. ഒന്ന് സ്മോൾ ലെറ്റർ എസ് വെച്ചിട്ട് സ്ട്രിങ് ചെയ്യാറുണ്ട്, ക്യാപിറ്റൽ ലെറ്റർ എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ട്രിങ്ങും ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് ഓരോ സ്ട്രിങ്ങും? രണ്ടും രണ്ട് മീനിങ് ആണോ? രണ്ടും സെയിം തന്നെയാണോ? എന്താണ് അതിൻ്റെയൊക്കെ പർപ്പസ്? എന്തിനാണ് സ്ട്രിങ് C# യൂസ് ചെയ്യുന്നത്? അതിൻ്റെ എക്സാമ്പിൾസ്, എന്തൊക്കെ മെത്തേഡ്സാണ് സ്ട്രിങ്ങിനകത്ത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ സ്ട്രിങ്, നമ്മളിപ്പോൾ ഇവിടെ സ്മോൾ ലെറ്റർ എസ് വെച്ചിട്ട് ജസ്റ്റ് പറയുകയാണെങ്കിൽ, ഈ സ്ട്രിങ് എന്ന് പറയുന്നത് system.string ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റാണ്. എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ട്രിങ്ങിനെ ഒരു കീവേഡ് ആക്കിയിട്ട് യൂസ് ചെയ്യും. എന്നിട്ട് നമ്മൾ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് സ്ട്രിങ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ സ്ട്രിങ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് ഈ സ്ട്രിങ്ങിനകത്ത് നമുക്ക് ഒരുപാട് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാം. കോൺകാറ്റിനേഷൻ ചെയ്യാം, കമ്പാരിസൺ ചെയ്യാം, പിന്നെ സബ്സ്ട്രിങ് ഗെറ്റ് ചെയ്യാം, സെർച്ച് ചെയ്യാം, സ്ട്രിങ് ട്രിം ചെയ്യാം, റീപ്ലേസ് ചെയ്യാം, അങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ ചെയ്യാം. ഈ കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് ഗെറ്റ് ചെയ്യുക. പിന്നെ കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക. പിന്നെ സബ്സ്ട്രിങ് ഗെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സ്ട്രിങ് ഉണ്ടായിരിക്കും, അതിനകത്തുനിന്ന് അതിൻ്റെ സബ്ബായിട്ടുള്ള സ്ട്രിങ്ങിനെ എങ്ങനെയാണ് ഏത് പോയിൻ്റ് തൊട്ട് ഏത് വരെ എന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക, ഗെറ്റ് ചെയ്യുക. പിന്നെ സെർച്ച് ചെയ്യുക. നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്ട്രിങ് നമുക്ക് കണ്ടെത്തണമെങ്കിൽ അത് നമുക്ക് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ട്രിം ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു സ്ട്രിങ് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ടൈപ്പിലുള്ള ഓപ്പറേഷൻസ് നമുക്ക് ഈ സ്ട്രിങ്ങിനകത്ത് പെർഫോം ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഈ സ്മോൾ ലെറ്റർ എസ് വെച്ചിട്ടുള്ള സ്ട്രിങ്ങും ക്യാപിറ്റൽ ലെറ്റർ എസ് വെച്ചിട്ടുള്ള സ്ട്രിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് നോക്കാം. ആക്ച്വലി നമ്മൾ ഈ പറയപ്പെടുന്ന സ്മോൾ ലെറ്റർ എസ് സ്ട്രിങ് അതൊരു കീവേഡാണ്. അത് system.string ക്ലാസ്സിൻ്റെ ഒരു അപരനാമം എന്നൊക്കെ നമ്മൾ പറയില്ല. രണ്ടും ഈക്വലൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ രണ്ടും കൊടുക്കുമ്പോൾ രണ്ട് രീതിയിലാണ് കൊടുക്കുകയെന്ന് മാത്രം. നമുക്ക് ഏത് രീതിയിലും നെയിമിംഗ് കൺവെൻഷനൊക്കെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടാണെങ്കിലും പ്രശ്നമില്ല. അതിൻ്റെ സിൻടാക്സിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഉള്ളൂ. ഇവിടെ നമുക്ക് ഈ എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ആദ്യത്തെ എക്സാമ്പിളിൽ നമ്മൾ സ്മോൾ ലെറ്റർ എസ് വെച്ചിട്ടുള്ള സ്ട്രിങ് ആണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ സ്ട്രിങ്ങിനെ കീവേഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രിങ് S1 = hello എന്ന് കൊടുത്തു. എന്താണ്? ക്രിയേറ്റിംഗ് സ്ട്രിങ് യൂസിങ് സ്ട്രിങ് കീവേഡ്. സ്ട്രിങ് കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അടുത്തത് ക്യാപിറ്റൽ എസ് വെച്ചിട്ടുള്ള സ്ട്രിങ് S2 = വെൽക്കം. എന്താണ്? നമ്മൾ സ്ട്രിങ് ക്ലാസ് യൂസ് ചെയ്തുകൊണ്ട് സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്തത്. വലിയ മാറ്റമൊന്നുമില്ല. ഒന്ന് സ്മോൾ ലെറ്റർ എസ് ആണ്, ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ എസ് ആണെന്ന് മാത്രം. ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ രണ്ടും വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടൊരു എക്സാമ്പിൾ നോക്കാം. യൂസിങ് സിസ്റ്റം പബ്ലിക് ക്ലാസ് സ്ട്രിങ് എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ക്ലാസ് ഉണ്ടാക്കി. അതിനകത്ത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ് മെയിൻ മെത്തേഡ് ഉണ്ടാക്കി. അതിനകത്ത് സ്ട്രിങ് S1 = hello. അത് നമ്മൾ സ്ട്രിങ് ജസ്റ്റ് കീവേഡായിട്ട് യൂസ് ചെയ്തിട്ട് ഹലോ ഡിഫൈൻ ചെയ്തു, അല്ലെങ്കിൽ S1 ഡിഫൈൻ ചെയ്തു. പിന്നെ അടുത്തത് നമ്മൾ ചെയ്യുന്നത് ക്യാർ ആക്കിയിട്ട് ചെയ്തിട്ട് സ്ട്രിങ്ങിലേക്ക് മാറ്റുകയാണ്. ക്യാർ CH = CSHARP എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ക്യാരക്ടേഴ്സും ഡിഫൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മളത് സ്ട്രിങ് S2 = ന്യൂ സ്ട്രിങ് CH എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രിങ് ക്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ സ്ട്രിങ് ഓബ്ജക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, അല്ല കീവേഡായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സ്ട്രിങ് S2 = ന്യൂ സ്ട്രിങ് CH. പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയാണ് വരുന്നത് നോക്കാൻ. ആദ്യം കൺസോൾ റൈറ്റ് ലൈൻ S1, പിന്നെ കൺസോൾ റൈറ്റ് ലൈൻ S2. ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത്? ഹലോ C#. രണ്ടും സ്ട്രിങ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ ക്യാർ ആദ്യം സെറ്റ് ചെയ്തിട്ട് അതിനെ സ്ട്രിങ് ആക്കിയിട്ട് യൂസ് ചെയ്തു. ഒന്ന് ഡയറക്റ്റായിട്ട് സ്ട്രിങ് ആയിട്ട് ഡിഫൈൻ ചെയ്തെങ്കിലും രണ്ടും ഔട്ട്പുട്ട് വന്നത് ഒരുപോലെയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഒരുപാട് മെത്തേഡുകൾ നമ്മളുടെ സ്ട്രിങ്ങിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട്, കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചെണ്ണം നമുക്കിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലോണാണ്.
ക്ലോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രിങ്ങിൻ്റെ ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിൻ്റെ കോപ്പി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ റെഫറൻസ് റിട്ടേൺ ആയിട്ട് കൊടുക്കും. അതിനാണ് ക്ലോൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ശരിക്കുള്ള എക്സാക്റ്റ് സ്ട്രിങ്ങിലേക്കൊരു റെഫറൻസ് കൊടുത്തിട്ട് കോപ്പി ഉണ്ടാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ അടുത്തത് കമ്പയർ സ്ട്രിങ് കോമ സ്ട്രിങ് ആണ്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ രണ്ട് സ്ട്രിങ്ങുകളെ തമ്മിൽ കമ്പയർ ചെയ്യാം. അങ്ങനെ രണ്ട് സ്ട്രിങ്ങുകൾ, അപ്പോൾ സ്പെസിഫൈഡ് ആയിട്ടുള്ള രണ്ട് സ്ട്രിങ് ഒബ്ജക്റ്റുകളുണ്ട്, അതിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ റിലേറ്റീവ് പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇൻറ്റീജറാണ് റിട്ടേൺ ചെയ്യുക. കാരണം എത്രത്തോളമാണ് അതിൻ്റെ കറക്റ്റ് ആവുമ്പോൾ രണ്ടും സെയിം വേർഡ് തന്നെ ആവണമെന്നില്ല. അപ്പോൾ എങ്ങനെയാണ് കമ്പാരിസൻ്റെ അതിൻ്റെ റിലേറ്റീവ് പൊസിഷൻ കിട്ടുന്നത്, അത് ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും, അതാണ് ഇവിടെ പാസ് ചെയ്ത് കൊടുക്കുക. പിന്നെ വരുന്നത് കൺകാറ്റിനേഷൻ സ്ട്രിങ് ആണ്. ഇത് യൂസ് ചെയ്യുന്നത് രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ കൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് രണ്ട് ഹലോയും വേൾഡും കൺകാറ്റിനേറ്റ് ചെയ്യുമ്പോൾ ഹലോ വേൾഡ് വരും. അങ്ങനെ കൺകാറ്റിനേറ്റ് ചെയ്ത് കൊണ്ടുവരാനാണ് ഈ ഒരു മെത്തേഡ്. പിന്നെ കണ്ടെയ്ൻസ് സ്ട്രിങ് ആണ്. അത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു സ്ട്രിങ്ങിനകത്ത് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു സബ് സ്ട്രിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ് ഇവിടെ ചെയ്യുക. അതായത് കണ്ടെയ്ൻസ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ ആ സ്പെസിഫൈഡ് ആയിട്ടുള്ള സബ് സ്ട്രിങ് അതിനകത്ത് ഒക്കോർ ചെയ്യുന്നുണ്ടോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഉണ്ടെങ്കിൽ അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ റിട്ടേൺ ചെയ്ത് കൊടുക്കും. പിന്നെ അടുത്തത് എൻഡ് വിത്ത് സ്ട്രിങ് ആണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ സ്ട്രിങ്ങിൻ്റെ എൻഡ് സ്പെസിഫൈഡ് സ്ട്രിങ്ങായിട്ട്, എൻഡ് ഓഫ് ദ സ്ട്രിങ് മറ്റ് സ്പെസിഫൈഡ് ആയിട്ടുള്ള സ്ട്രിങ്ങുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അതായത് എൻഡ് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻഡ് വിത്ത് സ്ട്രിങ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഈക്വൽസ് ആണ്. ഈക്വൽസ് സ്ട്രിങ് കോമ സ്ട്രിങ് ആണ്. ഇതെന്താ വെച്ചാൽ രണ്ട് സ്പെസിഫൈഡ് സ്ട്രിങ്ങിൻ്റെ ഒബ്ജക്റ്റുകൾക്കൊക്കെ സെയിം വാല്യൂസ് ആണോ കിട്ടുന്നതെന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇനിയും ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, നമ്മളെല്ലാം കൂടെ ചെക്ക് ചെയ്താൽ കഴിയില്ല എന്ന് കരുതിയിട്ടാണ് ഇവിടെ കൊണ്ട് നിർത്തുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്, സ്ട്രിങ് എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ആദ്യം തന്നെ സ്മോൾ ലെറ്റർ സ്ട്രിങ് എന്ന് പറയുന്നത് സിസ്റ്റം ഡോട്ട് സ്ട്രിങ് ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റാണ്. അത് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റർ എസ്സിലുള്ള സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ക്ലാസ്സാണ്. നമുക്കിതിലൂടെ ഒരുപാട് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാം. കൺകാറ്റിനേഷൻ, കമ്പാരിസൺ, സബ് സ്ട്രിങ് ഗെറ്റിംഗ്, സെർച്ച്, ട്രിം, റീപ്ലേസ്മെൻ്റ് ഒക്കെ പോസിബിളാണ്. പിന്നെ സ്ട്രിങ് നമുക്ക് കീവേഡായിട്ട് യൂസ് ചെയ്യാം. സ്ട്രിങ് ക്ലാസ്സിൻ്റെ ഒരു കീവേഡായിട്ട് യൂസ് ചെയ്യാം. അതിലൂടെ നമുക്ക് സ്ട്രിങ് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. രണ്ടും ഈക്വലൻ്റ് തന്നെയാണ്. നമുക്ക് ഏതാ വേണ്ട വെച്ചാൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു എങ്ങനെയാണ് കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു പ്രോഗ്രാം കൊടുത്തു, അതിൻ്റെ ഔട്ട്പുട്ട് എന്താ വരുന്നതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് മെത്തേഡ്സ് ഡിസ്കസ് ചെയ്തു. ഓരോ മെത്തേഡ് എന്താണെന്നൊക്കെ പറഞ്ഞു. ഇനി ഒരുപാടുകളുണ്ട്, അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ എക്സാമിന് വരുമ്പോൾ സ്ട്രിങ്ങിനെ കുറിച്ച് ഇത്ര എഴുതിയാൽ തന്നെ ഗെറ്റ് ഫുൾ മാർക്ക്. ഓക്കെ, താങ്ക് യു.